നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. UDF നേതൃത്വം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ രാഷ്ട്രീയ പോര് കനക്കുന്നു. മുഖ്യമന്ത്രിയെ പോലൊരു വർഗീയവാദി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തുറന്നടിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് രംഗത്തെത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തി. അതേസമയം മുസ്ലിം ലീഗ് നടത്തിയ അതേസമയം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് CPM ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ ആവർത്തിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പരാമർശങ്ങളാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് ഉയർത്തിയത്. സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര കുടിക്കാൻ നടക്കുന്ന വർഗീയവാദിയാണ് മുഖ്യമന്ത്രിയെന്ന് KPA മജീദ് കുറ്റപ്പെടുത്തി. പിണറായിയെ പോലെ വർഗീയ സ്വഭാവമുള്ളൊരു നേതാവ് CPM-നുണ്ടായത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. സമുദായങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് അതിന്റെ ചോര പിടിക്കാൻ വേണ്ടി നടക്കുന്ന മുഖ്യമന്ത്രിയെ പോലെ ഒരു വർഗീയവാദി ഇതുപോലെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പിണറായിനെ പോലെയുള്ള ഒരു വർഗീയ സ്വഭാവമുള്ള അകത്ത് വർഗീയത വെച്ച് പുലർത്തുന്ന ഒരു നേതാവ് CPM ഉണ്ടായത് വളരെ നിർഭാഗ്യകരമാണ് എന്നാണ് എന്റെ അഭിപ്രായം. മുസ്ലിം ലീഗിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ദുഷ്ടലാക്കോടെയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുഷ്ടലാക്കോടെയുള്ള പ്രസ്താവനയാണ്, അതിന്റെ ഉദ്ദേശം വേറെയാണ്. അത് ഇവരുള്ള അരിയാഹാരം കഴിക്കുന്ന കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലാവും, അതിന്റെ ഉള്ളിൽ ആ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ആ പരിപ്പ് വേവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഗീയ ചുവയുള്ള പരാമർശത്തിലൂടെ CPM നേതാക്കളെ പോലെ മുഖ്യമന്ത്രിയും വിഭാഗീയതയ്ക്ക് ശ്രമിക്കുകയാണെന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം കുറ്റപ്പെടുത്തി. മുസ്ലിം സമൂഹത്തിന്റെ 27% വോട്ട് മുഖ്യമന്ത്രി വിസ്മരിക്കരുതെന്ന് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം മുസ്ലിം ലീഗിനെതിരെ വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് CPIM. സ്വന്തം വർഗീയവാദത്തിന്റെ അജണ്ടയിലൂടെ കേരളത്തെ നിയന്ത്രിക്കുക എന്ന നിഗൂഢ ലക്ഷ്യമാണ് മുസ്ലിം ലീഗിനുണ്ടായിരുന്നതെന്ന് A വിജയരാഘവൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിന് സമൂഹ താല്പര്യമുണ്ട്. കേരളത്തിൽ മതമൗലികതാവാദം ഏതായാലും വളരാൻ പാടില്ല. ലീഗ് ശ്രമിച്ചത് എല്ലാ വർഗീയതയ്ക്കും ഒപ്പം സന്ധി ചെയ്തുകൊണ്ട് കേരളത്തെ നിയന്ത്രിക്കാനാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം DYFI സംസ്ഥാന സെക്രട്ടറി A റഹീം, അജയ് തറയിൽ KPCC വക്താവ്, MSF അഖിലേന്ത്യാ പ്രസിഡന്റ് ഫാത്തിമ തഹലിയ തുടങ്ങിയവരാണ്. ആദ്യം ശ്രീ അജയ് തറയിൽ, മുസ്ലിം ലീഗ് മതമൗലികവാദികൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ സഖ്യം വേണമെന്ന് കോൺഗ്രസിനെ നിർബന്ധിച്ചത്. അങ്ങനെ ഒരു മുസ്ലിം മതമൗലികവാദ കൂട്ടായ്മയ്ക്ക് കേരളം കീഴ്പ്പെടരുത് എന്നുള്ളതായിരിക്കണം CPM ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയിലുള്ള വിശദീകരണമാണ് വരുന്നത്. അത് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ EMS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് മതമൗലികവാദികളുമായി സന്ധി ചെയ്തു എന്ന് തോന്നാനുണ്ടായ കാരണം എന്താ? ഇവർക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇവർക്ക് കിട്ടിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ അവരെ തള്ളി അതിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഹൈന്ദവ വോട്ടുകൾ കുറേ കൂടി സമാഹരിക്കാനുള്ള തന്ത്രമാണ്. ഇത്രയും കാലം ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് ഇതുപോലെയുള്ള തരം താന്ന പച്ചയായ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇല്ലാത്തപ്പോൾ ഇപ്പോൾ അതുപോലെ പറയാൻ കഴിയുന്ന ഒരു പാർട്ടി നേതാവ് ഇല്ലാത്തത് കൊണ്ട് ശ്രീ പിണറായി വിജയൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇത്തരം വർഗീയ കലാപങ്ങൾ, വർഗീയമായ ധ്രുവീകരണമുണ്ടാക്കി 4 വോട്ടിന് വേണ്ടി എന്ന ശ്രീ പിണറായി വിജയൻ്റെ ഭാഷ ഞാൻ കടമെടുക്കുന്നു. 4 വോട്ടിന് വേണ്ടി വളരെ നീചമായ രാഷ്ട്രീയം കളിക്കാനാണ് അദ്ദേഹം മുതിരുന്നത് എന്നതാണ് വേദനാജനകമായ കാര്യം. നികേഷ് അറിയാം, 1974 തലശ്ശേരി കലാപം ഉണ്ടാകുന്നത്, തലശ്ശേരി കലാപം ഉണ്ടാകുന്ന ആ സമയത്ത് RSS ആണോ? തലശ്ശേരി കലാപം ഉണ്ടാകുന്ന സമയത്ത് RSS ആണോ അതിന് ഉത്തരവാദി? RSS അല്ലല്ലോ. പിണറായിയിലെ പാറപ്പുറത്തെ ഏറ്റവും പ്രശസ്തമായ വളരെ വലിയൊരു പള്ളി തകർക്കാൻ ശ്രമിച്ചത്. നമ്മൾ എന്തിനാ ചരിത്രത്തിലേക്ക് പോകുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ച് അല്ല, അന്ന് ഞാൻ ചോദിക്കട്ടെ, കലാപമടക്കാൻ മൈക്ക് കെട്ടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ ജനങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് വന്നപ്പോൾ ജനങ്ങൾ പിരിഞ്ഞുപോയി. അപ്പോൾ അവിടെ RSകാരല്ല, BJP അന്നില്ല, RSകാരല്ല, ഹിന്ദു വർഗീയവാദികളാണെങ്കിൽ
പിണറായി വിജയന്റെ അഭ്യർത്ഥന കേട്ട് പിരിഞ്ഞു പോകുമോ? അല്ല, ശ്രീ അജയ് തറയിൽ അപ്പോൾ അന്നേ പിണറായി വിജയൻ വർഗീയത. പറയാനിടയായ സാഹചര്യം വളരെ കൃത്യമല്ലേ? നിങ്ങൾ പിണറായി വിജയനെ വർഗീയവാദിയാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കണ്ടേ? മുസ്ലിം ലീഗിന് എന്താ കേരളം ഭരിച്ചാൽ കുഴപ്പം എന്നൊക്കെ അവർക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം. കാരണം അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, CPM-നെയും കോൺഗ്രസിനെയും പോലെ. പക്ഷെ കോൺഗ്രസ് അങ്ങനെ മുസ്ലിം ലീഗ് ഭരിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? കോൺഗ്രസ് എന്താണ് ഈ സമീപകാലത്ത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തണ്ടേ? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് കോൺഗ്രസ് മനസ്സോടുകൂടിയാണല്ലോ നീക്കുപോക്കുണ്ടാക്കിയത്. ആദ്യം PK കുഞ്ഞാലിക്കുട്ടിയും KPA മജീദും പറയുന്നു, അത് പിന്നെ നിങ്ങൾക്ക് തൊടാതെ വിഴുങ്ങേണ്ടി വരുന്നു. ആ ഘട്ടത്തിൽ KC വേണുഗോപാൽ പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നീക്കുപോക്കും സാധ്യമല്ല, എവിടെയെങ്കിലും നീക്കുപോക്കുണ്ട് എങ്കിൽ നടപടിയെടുക്കുമെന്ന്. KPC പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിനുശേഷവും UDF കൺവീനർ MM ഹസൻ പറയുന്നു, ഞങ്ങൾക്ക് നീക്കുപോക്കുണ്ട്, അത് UDF തീരുമാനപ്രകാരമാണ്, ഇത് KPCC പ്രസിഡന്റിനും അറിയാം, ഞാനാണ് UDF-ന്റെ നയം വിശദീകരിക്കുന്നത് എന്ന്. ഒന്ന്, അപ്പോൾ നിങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ നയം അതേപോലെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് വിശകലനത്തിൽ ആദ്യം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താണ്? ലീഗ് കോട്ടകൾ ഭദ്രമാണ്, കോൺഗ്രസിൻ്റെ കാര്യം നോക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ മാറ്റണം എന്ന് തന്നെയാണ് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത്. ഇനി അഥവാ പിണറായി വിജയൻ അങ്ങനെ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അതുകൊണ്ടാണ് കോൺഗ്രസിനോട് പറയുന്നത്, നിങ്ങൾക്ക് നയമില്ല, നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ നയമെടുക്കുന്നു, നിങ്ങളുടെ നേതാവ് ആര് എന്ന കാര്യം മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നു. അത്രയ്ക്ക് ദുർബലമായി പോയി എന്ന് ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരൻ ആക്ഷേപിക്കുന്നത് ഇത്ര വലിയ കുറ്റാണോ ശ്രീ അജയ് തറയിൽ? അല്ല, ഈ കോൺഗ്രസിനോട് അത്രയൊക്കെ പറയാൻ വേണ്ടും. അങ്ങനെ മുഖ്യമന്ത്രിയും വലിയ പാർട്ടിയിലെ വലിയ തലതൊട്ടപ്പരക്കായിരിക്കാം. കോൺഗ്രസിനോട് അത് പറയാൻ വേണ്ടും അദ്ദേഹം വളർന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ നയം എന്താണെന്നും കോൺഗ്രസ് നേതാവ് ആരായിരിക്കണം തീരുമാനിക്കുന്ന ആരാണ് എന്നതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ അത്ര കണ്ട് വലിപ്പമൊന്നും ശ്രീ പിണറായി വിജയനിൽ ഞങ്ങൾ കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, നികേഷ് ശ്രീ പിണറായി വിജയൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ശ്രീ വിജയരാഘവൻ്റെയും ജിഹ്വയാകാനാണോ ശ്രമിക്കുന്നത്? ഇവിടെ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംഭവത്തെക്കുറിച്ചൊക്കെ വളരെ ക്ലിയർ കട്ടായി ഞങ്ങൾ പറഞ്ഞു. ഞാൻ 20 കൊല്ലമായി വെൽഫെയർ പാർട്ടിയുടെ കട്ടിൽ കിടത്തിയിരുന്ന ആളുകൾ വെൽഫെയർ പാർട്ടിയുമായി 9 വർഷമായിട്ടുള്ളൂ. അല്ല, വെൽഫെയർ 20 കൊല്ലമായി ജമാഅത്ത് ഇസ്ലാമിയുമായും SDPIയുമായും എല്ലാവിധ ബന്ധങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ വിജയം നേടുക. അത് LDF ഈ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ മാറി മാറി ഉപയോഗിച്ചു, സമ്മതിച്ചു. അതിനകത്ത് ആർക്കാ തെറ്റ്, ആർക്കാ അഭിപ്രായ വ്യത്യാസം? ആർക്കാ അഭിപ്രായ വ്യത്യാസം ഞാൻ ചോദിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇത് വിവാദമാക്കിയത് എന്തിന്? നിങ്ങൾക്ക് എന്തിനാണ് ലീഗിനെ ചുമക്കേണ്ടി വരുന്നത്? ആ ചോദ്യത്തിന് എന്തേ മറുപടി പറയാത്ത അജയ് തറയിൽ? ഈ ചോദ്യം കേട്ടാല് കേരളത്തിൽ ആദ്യമായി ലീഗിനെ ഗവൺമെന്റിന്റെ ഭാഗമാക്കിയത് സാക്ഷാൽ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല ശ്രീ അജയ് തറയിൽ. എനിക്ക് റഹീമിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനല്ലാതെ അതിന്റെ ബേസ് പറയണ്ടേ? കേരളത്തിൽ മുസ്ലിം ലീഗിനെ ആദ്യമായി ഭരണപങ്കാളിത്തത്തിലാക്കിയത് മാത്രമല്ല, അവരിക്കാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന് ഭരണ പങ്കാളിത്തം നൽകിയത് 67 CPM അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാട് സമ്മതിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ അവരെ കാലാകാലങ്ങളിൽ ഉപയോഗിച്ചു, സമ്മതിച്ചു. അത് മാത്രമല്ല, അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. അത് മാത്രമല്ല, ലീഗ് ഇരിക്കാൻ പറയുമ്പോൾ കിടന്നുകൊടുത്ത് മലപ്പുറം ജില്ല പോലെ അലുവ കഷ്ണം പോലെ ലീഗിന് വേണ്ടി ഒരു ജില്ല, മുസ്ലിം സമൂഹത്തിന്റെ ജില്ല ഉണ്ടാക്കി കൊടുത്ത് അവരെ പ്രീണിപ്പിച്ചിട്ടും അവസാനം ലീഗ് കൂടെ നിന്നില്ലല്ലോ. അവരെ കുറെ ഞാൻ പറയട്ടെ, രമേശ് ചെന്നിത്തലയുടെ CK ഗോവിന്ദൻ നായരുടെ പ്രസംഗം കേൾപ്പിക്കണോ താങ്കളെ? അല്ല, CK ഗോവിന്ദൻ നായർ അനുസ്മരണത്തിലെ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം ഇതാ ഇപ്പൊ വൈറലാണ്, ഇന്ന് വൈറലാണ്. വേണമെങ്കിൽ കേൾപ്പിക്കാം. എന്താ CK ഗോവിന്ദൻ നായരുടെ അനുസ്മരണത്തിൽ കോഴിക്കോട് ചെന്നപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞത്? എന്റെ ചോദ്യത്തിന് ശ്രീ അജയ് തറയിൽ അങ്ങേക്ക് മറുപടി ഇല്ല എന്ന് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. മറുപടി പറയും. കൃത്യമായ മറുപടി ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കേരളത്തിലേതെന്ന് മാത്രമല്ല ഇന്ത്യയിലെ
മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നയമാണ്. അതാണോ മറുപടി? അവരെ അടച്ചാക്ഷേപിച്ച് അവരെ വർഗീയവാദികളെ ചിത്രീകരിച്ച് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹങ്ങൾ മതമൗലികവാദികളാണ് എന്ന് പറഞ്ഞ് ഹൈന്ദവ വോട്ട് രാഷ്ട്രീയം RSSനേക്കാൾ നീചമായി കളിക്കാനാണ് മുസ്ലിം ലീഗിന്റെ നയം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നു. അത് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങളുടെ കോട്ട ഭദ്രമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേതൃത്വത്തെ പരിശോധിക്കണം കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ അതിനെ നട്ടൽ ഉയർത്തി നിന്നുകൊണ്ട് മറുപടി പറയാൻ കേരളത്തിലെ എതിർ പാർട്ടിക്കാർ വന്ന് നിങ്ങളെ അധ്യായങ്ങളെ തുറന്ന് നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നത് ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഹൈന്ദവ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയുള്ള RSSന്റെ അതേ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മാധ്യമ പിന്തുണയാണെന്ന് കേരളത്തിന് യോജിച്ച പണി എല്ലാം നികേഷ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി തിരികൊളുത്തരുത് എന്ന് ഇന്ന് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പോലും പറയുന്നു. സമസ്തയൊക്കെ ഏതാണ്ട് ഒന്ന് അടുത്തു വരികയായിരുന്നു പിണറായി വിജയനുമായിട്ട്. ഞാൻ തന്നെ സമസ്ത അധ്യക്ഷന്റെ ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു അഭിമുഖം. അതിൽ പിണറായി വിജയനൊക്കെ നല്ല വാക്കുകളാണ് പറഞ്ഞത്. നോക്കൂ, ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് സമസ്തയുടെ സുപ്രഭാതം പറയുന്നത് കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാണ്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ സംഘപരിവാർ പരാജയപ്പെട്ടെടുത്ത് CPM ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്നാണ്. ലീഗല്ലാത്ത മുസ്ലിങ്ങളുടെ നെഞ്ചിലകത്താണ് ഇത്തരം കാര്യങ്ങൾ പതിക്കുന്നത് എന്നും പറയുന്നു റഹീം. പിണറായി വിജയനാണോ ഈ കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്? അതായത് ഈ ലീഗ് എല്ലായ്പ്പോഴും ആ മുസ്ലിം എന്ന പേര് മുസ്ലിം ലീഗിനൊപ്പം ചേർത്ത് വെച്ച പാർട്ടി യഥാർത്ഥത്തിൽ ആ മുസ്ലിം ജനവിഭാഗത്തോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായ സമീപനം എടുത്തിട്ടായിരുന്നില്ല, അതിനുവേണ്ടിയും ആയിരുന്നില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരായി വരുന്ന എല്ലാ രാഷ്ട്രീയ ആരോപണങ്ങളെയും എല്ലാ അഴിമതി ആരോപണങ്ങളെയും ഈ മുസ്ലിം എന്ന പേരിന്റെ ആദ്യ ഭാഗത്തുള്ള പാർട്ടിയുടെ പേരിന്റെ ആദ്യ ഭാഗത്തുള്ള ആ മുസ്ലിം നാമധേയം മുസ്ലിം എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ചേർക്കാനായിരുന്നു. ഒരു പരിചയമായിട്ടാണ് ഉപയോഗിച്ചത്. ഇവിടെയും അത് തന്നെയാണ് ഉപയോഗിച്ചത്. ഇവിടെ ദൗർഭാഗ്യകരമായി സമസ്തയുടെ പ്രതിനിധി ഇന്ന് എഴുതിയതായിക്കൊണ്ട് ഒരു ലേഖനമാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായമാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും എന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിന്റെ ജനാധിപത്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് RSSന് വളമായി മാറുകയല്ലേ? ജമാഅത്തെ ഇസ്ലാമി മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പൂർണ്ണമായി തിരസ്കരിക്കേണ്ടതല്ലേ? അത് എല്ലാ മുഖ്യധാര ജനാധിപത്യ പാർട്ടികളുടെയും പൊതു ഉത്തരവാദിത്വമല്ലേ? തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇപ്പൊ CA വിരുദ്ധ സമരത്തിൽ ഞങ്ങൾ ഈ നിലപാടാണ് സ്വീകരിച്ചത്. അവരെ വേണമെങ്കിൽ കൂടെ കൂട്ടാമായിരുന്നല്ലോ. അവർ പാടില്ല, കോൺഗ്രസ് വേണമെങ്കിൽ കൂടെ വന്നോട്ടെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ലീഗിനോട് പോലും ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ സന്നദ്ധമായി. പക്ഷേ അപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ശരിയായ അകലം പാലിച്ചവരാണ് ഞങ്ങൾ. അതൊരു പൊളിറ്റിക്കൽ നിലപാടാണ്. എന്തുകൊണ്ട്? അവർ മുൻപോട്ട് വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ RSSന് കൂടുതൽ വളമായി മാറും എന്ന തിരിച്ചറിവിലാണ്. പക്ഷേ ഈ തിരിച്ചറിവ് കോൺഗ്രസിന് നഷ്ടപ്പെടുകയും 4 വോട്ടിന് വേണ്ടി ലീഗിന്റെ സമ്മർദ്ദത്തിന് വേണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും സന്ധി ചെയ്യുകയാണ് കോൺഗ്രസ്. AICC നേതൃത്വം പറയുകയാണ് അരുത് എന്ന്. കോൺഗ്രസിനകത്ത് തന്നെ PCC പ്രസിഡന്റ് പറയുന്നു പാടില്ല എന്ന്. പക്ഷെ അത് നടപ്പിലാക്കുന്നു. ആ അവിശുദ്ധ സഖ്യത്തെ എതിർത്തവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു. പക്ഷേ ഇവിടെ പിണറായി വിജയന്റെ ഉദ്ദേശത്തെ അമിത്ഷായുടെ രീതിയുമായിട്ടാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഉപമിക്കുന്നത്. ഉദാഹരണത്തിന് ഗുജറാത്തിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അടുത്തടുത്തടുത്ത് വരുന്ന ഒരു ഘട്ടത്തിലാണ് അമിത്ഷാ അവിടെ ചെന്ന് പറയുന്നത് അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് അഹമ്മദ് പട്ടേലാണ് എന്ന്. അവിടെ ഹജ്ജാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ 3 അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കൂട്ടിച്ചേർത്ത് ഹജ്ജാണ് സംഭവിക്കാൻ പോകുന്നത്. സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമല്ലേ ഇപ്പോൾ പിണറായി വിജയൻ ഉപയോഗിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും സമാഹരിക്കണം. അതിനുവേണ്ടി മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക, മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് ഹിന്ദു വോട്ടും മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും എന്ന് പറഞ്ഞല്ല വോട്ട് വാങ്ങുന്നത്.
ഞങ്ങൾ ജനങ്ങളുടെ വോട്ടാണ് തേടുന്നത്, ജനങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ മുസ്ലിം പെട്രോൾ ഉണ്ടോ, ഹിന്ദു പെട്രോൾ ഉണ്ടോ? പാചകവാതകത്തിന്റെ വില കൂടിയപ്പോൾ മുസ്ലിം പാചകവാതകവും ഹിന്ദു പാചകവാതകവും വെറുതെയായിരുന്നോ? ഇപ്പൊ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകരുടെ കൂട്ടത്തിൽ ഹിന്ദുവും മുസ്ലിമുമില്ലേ? അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ വോട്ട് തേടുന്നത് എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നുമാണ്. ഇപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? കേരളത്തിൽ ഇപ്പോൾ ഇത്തരം സമവാക്യങ്ങളെ പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടായിരുന്നില്ലേ വി കെ പ്രശാന്ത്, ഞങ്ങൾ വി കെ പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ അവതരിപ്പിച്ചത്, വി കെ പ്രശാന്ത് വിജയിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഒരു കാര്യം മാത്രം സിദ്ദിഖേഷിനോട് പറയാം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 2 ദിവസമായി ഉയർത്തിക്കൊണ്ടുവരുന്ന നരേഷനുണ്ട്, ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയാണ് താങ്കൾ ഈ പറഞ്ഞ എല്ലാ വാദഗതിയും വരുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിരുന്നത് ഇസ്ലാമോഫോബിയ എന്നതിനപ്പുറത്ത് ഇസ്ലാമോഫോബിയ RSS രാജ്യത്താകമാനം ലോകത്താകമാനം RSS അല്ലെങ്കിൽ അത്തരം ശക്തികളും ശ്രമിക്കാറുണ്ട്. പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റോഫോബിയ പതിറ്റാണ്ടുകളായി പാകി മുളപ്പിച്ചിരുന്നു. ആ കമ്മ്യൂണിസ്റ്റോഫോബിയയിലാണ് ഈ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ പൂർണ്ണമായും ഈ കോൺഗ്രസ് കൂടെ നിർത്തിപ്പോകുന്നത്. ആ കമ്മ്യൂണിസ്റ്റോഫോബിയ, കമ്മ്യൂണിസ്റ്റുകാരോട് യോജിക്കാനാകില്ല വിശ്വാസികൾക്ക്. ഈ ബോധമുണ്ടായിരുന്നു. ആ ബോധത്തെ ഊട്ടിയുറപ്പിച്ച ചരിത്ര സന്ദർഭത്തിന്റെ പേര് വിമോചന സമരം എന്നാണ്. വിമോചന സമരത്തിന് ശേഷമാണ്, അതിനു മുമ്പും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിമോചന സമരം കഴിഞ്ഞതോടുകൂടി അതങ്ങ് ഊട്ടിയുറച്ചു. മുസ്ലിമാണോ? മുസ്ലിമിന് ചേരാൻ കഴിയുന്നതല്ല ഇടതുപക്ഷം. ക്രിസ്ത്യനാണോ? ക്രിസ്ത്യന് ചേരാൻ കഴിയുന്നതല്ല ഇടതുപക്ഷം. ഈ കമ്മ്യൂണിസ്റ്റോഫോബിയയുടെ ചിലവിലായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസും UDFും അവരുടെ രാഷ്ട്രീയ അടിത്തറ വളർത്തിക്കൊണ്ടിരുന്നത്. വേറൊരു പണിയും എടുത്തിട്ടില്ല. കാരണം അത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റായി വോട്ടിനെ നിലനിർത്തി. പക്ഷേ അവിടെ അത് മാറിയിരിക്കുന്നു. അവരുടെ അനുഭവത്തിൽ അവർ മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശത്രുവല്ല എന്നും ചേർന്ന് നിൽക്കേണ്ടതാണെന്നും കമ്മ്യൂണിസ്റ്റാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ കരുത്തെന്നും ജനവിഭാഗം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിലല്ല, വിവിധ തെരഞ്ഞെടുപ്പുകളിൽ. ഞാനൊരു ഉദാഹരണം പറയാം സിദ്ദിഖേഷ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചത്. വിജയിച്ചുന്നേ. പരമ്പരാഗതമായി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്ന ക്രൈസ്തവ വിഭാഗം വോട്ട് ചെയ്തു. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. കേരള കോൺഗ്രസ് മാണിയേവർ പുറത്താക്കുമ്പോൾ ഇവരുടെ ആത്മവിശ്വാസം എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റോഫോബിയയിൽ വളർന്നു വന്ന ക്രൈസ്തവ സമൂഹം ഇപ്പോഴും അതിൽ തന്നെ നിലനിന്നുകൊള്ളുമെന്നാണ്. മാണി പോയാലും LDF വോട്ട് ചെയ്യാൻ മാണിയുടെ പരമ്പരാഗത വോട്ടർമാർ തയ്യാറാകില്ല എന്ന ആത്മവിശ്വാസമാണ് ഇവരെ നയിച്ചിരുന്നത്. അത് പൊളിഞ്ഞു പോയില്ലേ? കാലം മാറി. പാലായിൽ എങ്ങനെയാണ് ഞങ്ങൾ വിജയിച്ചത്? ഈ വട്ടിയൂർക്കാവിൽ തന്നെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഇങ്ങനെ ഞങ്ങൾക്ക് നിരന്തരമായി വോട്ട് ചെയ്യാതിരുന്ന വിഭാഗങ്ങൾ ഞങ്ങളോട് അടുക്കാൻ തുടങ്ങി. അത് കുറെ കാലമായി കാണുന്നുണ്ട്. പഴയ താങ്കളിലേക്ക് ഇപ്പോൾ അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ, MSFന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ, ഫാത്തിമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാവുകയാണ്, ഒരുപക്ഷെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. UDFനെ ലീഗ് നിയന്ത്രിച്ചാൽ തനിക്ക് എന്താണ് പ്രശ്നം മിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് അത് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തനിക്ക് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയക്ക് തോന്നിയത്? ഓക്കെ, ഞാനിപ്പോ യാത്രയിലാണ് ഉള്ളത്. എനിക്ക് അവിടെ എന്താ സംസാരിച്ചതെന്നും അവിടെ ആരൊക്കെയാണ് അതിഥികളായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ എത്തിയതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദ്യത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങാണ്. എന്റെ പരാമർശം തീർത്തും ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലുള്ള ഒരു പരാമർശങ്ങളായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ വായിച്ചു. അതിൽ കൃത്യമായിട്ട് വലിയ രൂപത്തിൽ ഒരു ചേരിത്തിരിവ്, ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ മുഴുവനായി അപരവൽക്കരിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ച ഇതര സമുദായങ്ങളോട് ഒരു പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ വായിച്ചത്. അപ്പം അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. ഇത് തീർത്തും ഒരു തീക്കളിയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പടച്ചുവിടുമ്പോൾ അത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് എന്നുള്ള സംഘടനയെ മാത്രമാണ് ബാധിക്കുന്നത് എന്നാണ് അദ്ദേഹം കരുതുന്നത് എങ്കിൽ അതൊരു വലിയ തെറ്റാണ്. കാരണം അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത ബന്ധുവായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ, അവരുടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള റഹീമിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ CPM-ൽ തന്നെയുണ്ട്. അവരൊക്കെ ചൂണ്ടിക്കാണിച്ച് RSS പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉപയോഗിക്കുന്നത്. അതേ തന്ത്രമാണ് LDF ഇപ്പോൾ പായിക്കൊണ്ടിരിക്കുന്നത്. അത് തീർത്തും ഒരു തീക്കളിയാണ് എന്ന്
കേരളത്തിലെ മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ടിയിരുന്നു. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം തന്നെ ഉയരേണ്ടതുണ്ട്. എന്റെ പ്രതികരണവും ആ രൂപത്തിൽ ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള രൂപത്തിലുള്ളതാണ്. അപ്പൊ രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തുമ്പോൾ അതിനുതകുന്ന രൂപത്തിലുള്ള വാക്കുകൾ വേണം. ആ വാക്കുകളാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അത് നമ്മൾ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയത്തെ എതിർക്കുമ്പോൾ ആ വാക്കുകളിലെ ശക്തി കൂട്ടാൻ വേണ്ടി അഭിസംബോധന ബഹുമാനക്കുറവ് കാണിച്ചുകൊണ്ടാണോ വരുത്താറുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ എനിക്ക് യാതൊരു തെറ്റും ഇപ്പൊ ഈ നിമിഷം വരെ തോന്നുന്നില്ല. കാരണം തീർച്ചയായിട്ടും അതൊരു പ്രതിഷേധത്തിന് ഉതകുന്ന രൂപത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പരമപ്രധാനമായ നേതാവിനെ ഇതേപോലെ ഒരാൾ പരാമർശിച്ചാൽ എങ്ങനെയായിരിക്കും MSF അതിനെ കാണുക? അതെ, എന്റെ വാക്കില് എന്താണ് ഒരു പ്രയാസമുള്ളത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ആ രൂപത്തിൽ പറയാമായിരുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതൊരു അൺപാർലമെന്ററി വേർഡായിട്ട് കാണാൻ പറ്റുമോ? ഇതേപോലെയുള്ള പല വാക്കുകളും കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പല സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വാക്കുകൾ ഞാൻ ഇവിടെ പറയാൻ പോലും അത്രയും മോശമായിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ കൂടെ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് എവിടെയാണ് ഒരു അൺപാർലമെന്ററി വേർഡ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നത്? അതും അത്രത്തോളം അസഹിഷ്ണുതയുള്ള ആളുകൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റിൽ വന്നിട്ട് പ്രതികരിക്കുന്ന രീതി നിങ്ങളൊന്ന് വായിക്കും. എന്നിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഞാൻ മറുപടി പറയാം. ദയവായി തുടരുക. ഷെയർ റഹീം, ഇതേ മുഖ്യമന്ത്രി തന്നെ ഇപ്പോ ഫാത്തിമ തഹലിയ പറയുന്നുണ്ടാവുക, എടോ ഗോപാലകൃഷ്ണ, പരനാറി തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയ പിണറായി വിജയനോട് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ പറയാമെന്നാണ്. പറഞ്ഞോട്ടെ, അതിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞോട്ടെ. എനിക്കിതിൽ വളരെ രസകരമായി തോന്നുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന പെൺകുട്ടിയുടെ മുഖം എനിക്ക് തോന്നുന്നു നികേഷിന്റെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ, അത് എവിടെ വേണോ അവരെത്തിച്ചോട്ടെന്നേ. ഞങ്ങൾക്ക് ഇതിലൊന്നും തന്നെ ഈ വിവാദങ്ങളിലാണ് ഇവരൊക്കെ അഭയം തേടുന്നത്. ഞങ്ങൾക്ക് വിവാദങ്ങളിലല്ല, ജനങ്ങൾക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് അവരിതിലെല്ലാം ആത്മരതി കൊണ്ടോട്ടെ. ശരി, ഇതെല്ലാം വലിയ സന്തോഷം സ്വയം അനുഭവിച്ചറിഞ്ഞോട്ടെ. അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എനിക്കിവിടെ സന്തോഷകരമായി തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ സന്തോഷമായി തന്നെ പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഈ നികേഷിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു മുസ്ലിം ലീഗിലെ ഒരു വനിത ഇതുപോലൊരു ഫോട്ടോയുമായി വന്ന് ടെലിവിഷനിൽ പ്രതികരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാനും കേട്ടിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പായി ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായി ഒരു വനിത വരണം എന്നാണ്. ലീഗ് അങ്ങനെ മാറാൻ സ്വയം തയ്യാറാകട്ടേനെ. ഞാനതിന് അങ്ങനെ കാണുന്നുള്ളൂ. പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് ഭാഷ. ലീഗിൽ നിന്ന് ലീഗിന്റെ ഭാഷയിലെ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ, എത്ര നല്ല രുചികരമായ ഭക്ഷണമാണ് ഐസ്ക്രീം. ഐസ്ക്രീം തന്നെ ഒരു അശ്ലീലത്തിന്റെ സിംബലാക്കി മാറ്റിയവരാണ് ലീഗ്. ഇന്നിപ്പോ ഐസ്ക്രീം എന്ന് ചോദിക്കുമ്പോൾ തന്നെ മലയാളിയുടെ മനസ്സിൽ വരുന്നത് ഒരു അശ്ലീലമാണ്, ഇല്ലേ? അപ്പൊ ഐസ്ക്രീമിനെ പോലും അശ്ലീലമാക്കി മാറ്റിയ ലീഗിന് ഇതുപോലുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഉപയോഗിക്കട്ടെന്നേ, അതിൽ തെറ്റില്ലെന്ന് ആവർത്തിക്കാമെന്നേ, ശഠിക്കാമെന്നേ, ചെയ്തോട്ടെ. ഞങ്ങൾ അതിനോടൊന്നും തർക്കിക്കാനില്ല. അതൊക്കെ ഓരോരുത്തരും പറഞ്ഞോട്ടെ. പൊതുവിൽ പറയാവുന്ന ഒരേ ഒരു കാര്യം, ഇത്രയും കാലം ലീഗിന്റെ അടിത്തറ ഇളകുകയാണ്. ലീഗിന്റെ അടിത്തറ ഇളകാൻ കാരണം ലീഗിന് വർഷങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ അവർ പിൻപറ്റുന്ന ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും ലീഗിൽ അർപ്പിച്ച വിശ്വാസത്തെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും എനിക്ക് ഈ സഹോദരിയോട് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഇതുപോലെ പോയി ആദർശപ്പണയം വെച്ച് സന്ധി ചെയ്യുമ്പോൾ ഇതുപോലൊന്ന് ശബ്ദമുയർത്താൻ ആണോ പെണ്ണോ ആയി ആരെങ്കിലുമൊക്കെ ആ ലീഗിനകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ വിലക്ക് വാങ്ങുന്നു. ഒരു കാര്യം ഞാൻ നികേഷെ ഈ ചർച്ചയിൽ ഞാൻ പറയാം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബാർഗെയിനിങ് കേന്ദ്രമായി ജമാഅത്തെ ഇസ്ലാമി മാറിക്കഴിഞ്ഞു. ലീഗിന്റെ ഇപ്പൊ ഒരു വലിയ പ്രശ്നം ഞാൻ പറയാം. മലബാറിലെ വിവിധ സീറ്റുകളിൽ ആര് മത്സരിക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഡിസൈഡ് ചെയ്യാൻ പോവുകയാണ്. ലീഗിനകത്ത് ചർച്ച വരട്ടെ, വരാൻ പോകുന്ന കാര്യമാണ്. ഞാൻ കോൺഗ്രസിന്റെ ചില നേതാക്കൾ പോലും ഇവിടെ സീറ്റ് ആഗ്രഹിച്ച് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ, ഞാനിപ്പോ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ കാര്യം എനിക്കറിയാം. ഇവരുൾപ്പെടെയുള്ളവർ നമ്മുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെലവിൽ അവർ ആവശ്യപ്പെട്ടാൽ സീറ്റ് കൊടുക്കാൻ നിർബന്ധിതരാകും. വിവിധ സീറ്റുകൾ
ഈ സീറ്റുകൾ ചോദിക്കുന്നത് ഈ നിലയിലേക്ക് ഒരു ബാർഗനിങ് പോറായി ശരി, മാറുന്നത് റഹീം, അതിന് എന്തുകൊണ്ട് അജയ് തറയിൽ മറുപടി സാമുദായിക പറയാനുണ്ട്. വഴിവെക്കും? നോക്കൂ, ഒന്ന് ജമാഅത്തെ ഒരു മിനിറ്റ് റഹീം, ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ആര് എന്ന് തീരുമാനിക്കും. ആ നിലയിൽ ഒരു ബാർഗൈനിങ് പോയിന്റായി ജമാഅത്തെ ഇസ്ലാമി മാറിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം ആരായിരിക്കണം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതൊരു മതമൗലിക സംവിധാനത്തിലേക്ക് ഈ UDF തന്നെ കൊണ്ടുപോകുന്നുണ്ടാകണം. നികേഷേ, ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒരു സമുദായത്തെ മതമൗലികവാദികളാക്കി മാറ്റുന്നത് കേരളം പോലെയുള്ള ഒരു മതേതര സംസ്ഥാനത്തിന് ഒരിക്കലും അഭികാമ്യമല്ല എന്ന കാര്യമാണ് എൻ്റെ അനുജൻ ശ്രീ റഹീമിനോടും അതുപോലെ നികേഷ് അടക്കമുള്ള മുഖ്യമന്ത്രി ചെയ്ത ആ പാതകത്തെ ന്യായീകരിക്കുന്നതും തെറ്റാണ്. ഒരു സമൂഹത്തെ ഇന്ത്യയിൽ അമിതാഷ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നരേന്ദ്രമോദി ചെയ്യുന്ന പോലെ എവിടെ ഒരു മുസ്ലിം ഉണ്ടോ അവനെ വർഗീയവാദിയാക്കി മാറ്റി, അവനെ പേപ്പട്ടിയാക്കി മാറ്റി, അവനെ തല്ലിക്കൊല്ലുന്ന പോലെ കേരളത്തിലെ മുസ്ലിം സമൂഹം, വളരെ വിശാല മനസ്സുള്ള മുസ്ലിം സമൂഹത്തെ മതമൗലികവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അമിതാഷായുടെ നരേന്ദ്രമോദിയുടെ ഒരു ഭാഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹിന്ദു വോട്ട് നിങ്ങൾക്ക് കിട്ടുകയില്ല. അത്ര മണ്ടന്മാരല്ല കേരളത്തിലെ ഹിന്ദു സമൂഹം എന്ന കാര്യം ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ റഹീം പറയുന്നത് കേട്ടു, ഈ വളരെ ഭാഷ ഇപ്പോൾ തീവ്രത എന്ന വാക്കിന് അതിന് പീഡനവുമായി ബന്ധപ്പെടുത്തി തീവ്രത പോരാ എന്ന് പറയാൻ മടിയില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികേട് നിങ്ങൾ ആലോചിക്കണം. കാരണം നമുക്കറിയില്ല തീവ്രത കൂടുതലാണ് കുറവാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സ്കെയില് ഈ ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച പീഡനത്തിന്റെ തീവ്രതയുടെ സ്കെയില് കണ്ടുപിടിച്ച ഒരു പാർട്ടി കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടി അല്ല നിൽക്കട്ടെ. അപ്പോ ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ഞാൻ പറയുന്നത് ഇവിടെ പറയൂ, കമ്മ്യൂണിസ്റ്റ് വിരോധം കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ക്രിസ്ത്യാനി ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്. കേരളത്തിൽ ഞങ്ങളാക്കിയെന്നല്ല, ലോകത്തിലെ കത്തോലിക്ക സമൂഹം ലോകം മുഴുവൻ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്. കാരണം റഷ്യയിലും ചൈനയിലും അവർ ആ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട്, ക്രിസ്ത്യൻ പള്ളികളോട്, ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളോട്, ഇന്ന് ചൈനയിലെ മുസ്ലിം സമൂഹങ്ങളോട് ചെയ്യുന്നൊക്കെ ഈ ലോകത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് അതിന്റെ തനിയാവർത്തനം. അധികാരം ഇവിടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് അധികാരം തന്നെ ഉണ്ടാകുമെന്ന അഹങ്കാരത്തിന്റെ പേരിൽ കേരളത്തിലെ മുസ്ലിംമാന്മാരെയും ക്രിസ്ത്യാനികളെയും റഷ്യയിലെയും ചൈനയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്തിരുന്ന പോലെ എന്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കുള്ളൂ. നോക്കൂ, ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം ലീഗ് അവിടെ ഉള്ളപ്പോ മുസ്ലിം വോട്ടുകൾ കിട്ടും. പക്ഷേ നിങ്ങൾ ഈ ക്രിസ്ത്യൻ വോട്ടുകളും നഷ്ടപ്പെടുത്തി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ എവിടെയാ ഇവിടെ കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏത് സമുദായത്തിന്റെ വോട്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പൊളിറ്റിക്സ് പറയൂ. ഞങ്ങൾ സമുദായ പാർട്ടി ഒന്നും അല്ലല്ലോ. നിങ്ങൾ ഞങ്ങൾ സമുദായ പാർട്ടിയല്ല, ഞങ്ങൾ മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളോട് ഞങ്ങൾക്കൊരു ഫ്രീ ഹാൻഡ് ഉണ്ട്, അവരുടെ ആഭിമുഖ്യമുണ്ട്. ആ ഫ്രീ ഹാൻഡ് ആഭിമുഖ്യമാണ് കേരളത്തിലെ കത്തോലിക്ക ക്രിസ്തീയ സമൂഹത്തോടും മുസ്ലിം സമൂഹത്തോടും ഞങ്ങൾക്കുള്ളൊരു ആഭിമുഖ്യം. അതിനെക്കുറിച്ച് കൊതിക്കുറവ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പണ്ടേ ഞങ്ങൾക്കുള്ള കാര്യമാണ്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹൈന്ദവ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഭരണം തന്നെയാണ് ഉദ്ദേശം. പിണറായി വിജയൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്നു. പിണറായി വിജയന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അത് അറിയാമായിരുന്നു. പിണറായി വിജയൻ പറയുകയാണ് ഞങ്ങൾക്ക് നേരത്തെ പിന്തുണ ലഭിച്ചിട്ടില്ലാത്ത മേഖലകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം വരുന്നു.
ഏത് നോക്കൂ ഇവിടെ തെക്കൻ മേഖലകളിൽ വലിയ ഒലിച്ചുപോക്ക് നിങ്ങളുടെ പാർട്ടിക്ക് തിരുവനന്തപുരം അല്ല സാറേ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇനി അങ്ങോട്ട് പോണോ വടക്കോട്ടേക്ക്? അല്ലെ മധ്യ തിരുവിതാംകൂറിലെ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. ഇത് നിലനിർത്തുക. അപ്പോഴാണ് പിണറായി വിജയന്റെ മുന്നിൽ രണ്ട് സംഭവങ്ങൾ വരുന്നത്. ഒന്ന്, ലീഗാണ് കോൺഗ്രസിന് നയം തീരുമാനിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, താങ്കൾ ഉത്തരം പറയാൻ അത് വിസമ്മതിക്കുകയാണ്. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ വന്നിട്ട് പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു സഹകരണവും ഞങ്ങൾക്കില്ല, സഹകരണമുള്ളയിടത്ത് അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് വഴിവെളിച്ചു കൊടുക്കുന്നു. AICC അധ്യക്ഷൻ കഴിഞ്ഞാല് കോൺഗ്രസിലെ സംഘടനാ ജനറൽ സെക്രട്ടറി ആണല്ലോ. ആ സംഘടനാ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്നവർക്കെതിരെ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ട്, നിങ്ങളുടെ പാർട്ടി മീറ്റിംഗിലല്ല, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ട് ഇവിടെ വെറും ഒരു UDF കൺവീനറായ MMS പറയുകയാണ് നീക്കുപോക്കുണ്ട്, അത് MMS അറിയാം, ഞാനാണ് UDF തീരുമാനം. പിന്നെ പിണറായി വിജയൻ നിങ്ങളെ ലീഗാണ് നിങ്ങളുടെ നയം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിണറായി വിജയനെ നിങ്ങൾ കുറ്റം പറയാൻ പറയൂ. KPCC പ്രസിഡന്റ് പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്നു, പറയൂ. നികേഷിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയില്ല. നികേഷിന്റെ ഉദ്ദേശം ദുരുദ്ദേശപരമാണ്. പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരിക്കൽ കൂടി അടഞ്ഞ അധ്യായത്തെ തുറന്നു വെച്ചുകൊണ്ട് അടഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ബന്ധം അടഞ്ഞ അധ്യായം എന്നാണോ പറയുന്നത്? എങ്കിൽ അജയ് തറയിൽ താങ്കൾ ധൈര്യപൂർവ്വം പറയൂ, നിങ്ങൾക്ക് മുട്ടുവരക്കും മുസ്ലിം ലീഗിന്റെ മുന്നിൽ. നികേഷ്, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ റഹീമൊക്കെ പറഞ്ഞു കേട്ട് മുസ്ലിം നാമധേയം, റഹീമൊക്കെ അന്ന് കൊച്ചുകുട്ടിയായിരിക്കും. മുസ്ലിം നാമധേയം മറ്റേ നമ്മുടെ 67 EMS ശങ്കരപാടിന്റെ വിപ്ലവകാരി മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ കോൺഗ്രസ് വ്യക്തിത്വം കാണിക്കണ്ടേ? എന്നെ പറയാൻ സമ്മതിക്കില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ കോൺഗ്രസ് ഞാൻ പറയാൻ സമ്മതിക്കുന്നേ, 67 തെരഞ്ഞെടുപ്പിൽ സപ്തകക്ഷി മുന്നണി ലോകത്തിലെല്ലാം ഉണ്ടാക്കി. എന്നിട്ട് അന്ന് കേരള കോൺഗ്രസിനെയും കൂട്ടി. ഈ മുസ്ലിം ലീഗിനെ കാല് പിടിച്ച് കൊണ്ടുവന്ന് മന്ത്രിസ്ഥാനം കൊടുത്തു, അവര് പറയുന്ന എല്ലാം ചെയ്തു കൊടുത്തു. അവസാനം ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി നമുക്ക് യോജിക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുമായി, കാരണം ഈ കേരളത്തെയും ഇന്ത്യയിലെയും ലോകത്തിലെയും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസം ദഹിക്കുന്ന ഒരു ഏർപ്പാടല്ല. അത് നിങ്ങൾ എത്രയോ ശർക്കര പുരട്ടി എത്രയോ തേനിൽ ചാലിച്ചു കൊടുത്താലും കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിനോ മുസ്ലിം സമൂഹത്തിനോ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം. കിട്ടിയിട്ടില്ല അത് അല്ല ഞാൻ പറയാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ 2015 എവിടെയാണ് ഒരു പെർഫോമൻസ്? 2015 ആണോ അതിന്റെ ഒരു 2016 പറയൂ. 2016 ലക്ഷം റിസൾട്ട് മതിയോ? ഞാൻ പറഞ്ഞ അതിനേക്കാൾ അഡ്വാൻറ്റേജ് നിങ്ങൾ പറഞ്ഞ വോട്ട് മറിഞ്ഞു എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് എവിടെയാണ്? അജയ് തറയില്ല, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പൊളിറ്റിക്സ് ദയവായി പറയും. നിങ്ങൾ ഒരു പരിണത പ്രശ്നം, നമ്മൾ എത്ര കാലം 10-25 കൊല്ലമായിട്ട് കാണുന്നല്ലേ രാഷ്ട്രീയ സംവാദത്തിൽ. നിങ്ങൾക്ക് കൊല്ലം പിടിക്കാതെ, നിങ്ങൾക്ക് ആലപ്പുഴ പിടിക്കാതെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പത്തനംതിട്ട കിട്ടാതെ, നിങ്ങൾക്ക് കോട്ടയം തിരിച്ചു പിടിക്കാതെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനാവോ? UDF എത്ര ഘടകകക്ഷികളുണ്ട് ഇപ്പോൾ? 2 ഘടകകക്ഷികൾ. ഞാൻ പറയുന്നത് നിങ്ങൾ അവതാരകന്റെ സ്വഭാവം കാണിക്കല്ലേ? ഞാനാണ് അവതാരകൻ. നിങ്ങൾക്ക് ഈ പറയുന്ന ജില്ലകൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം വരുത്തണ്ടേ? അതിനെന്ത് പൊളിറ്റിക്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ആകെ 2 ഘടകകക്ഷികൾ. കോൺഗ്രസ് ആണെങ്കിൽ സംഘടനാപരമായ ദുർബലമായി എന്ന്
PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. പിന്നെയുള്ളത് മുസ്ലിം ലീഗ് മാത്രമാണ്. നിങ്ങളുടെ എല്ലാ നേതാക്കളും കെ സുധാകരനായിക്കൊള്ളട്ടെ, കെ മുരളീധരനായിക്കൊള്ളട്ടെ, സകല നേതാക്കളും പറയുന്നു നമ്മളത് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയാണ്, ദുർബലമായിരിക്കുന്നു, നമുക്ക് നേതൃമാറ്റം വേണം, എന്നെ വിളിക്കൂ, ഈ രാജ്യത്തെ രക്ഷിക്കൂ എന്നൊക്കെ. എങ്ങനെയാണ് നിങ്ങൾ മാറ്റം വരുത്തുക? സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാ? സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം ഉണ്ടാകുന്നത് മുന്നണിയിലെ പാർട്ടിയെ കൂട്ടിക്കൊണ്ടാണോ? അതാണോ സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം ഉണ്ടാകുന്നത്? മുന്നണിയിൽ പാർട്ടിയെ കൂട്ടിക്കൊണ്ടാണോ സോഷ്യൽ ഫാബ്രിക് മാറ്റം ഉണ്ടാകുന്നത്? സോഷ്യൽ ഫാബ്രിക്കിൽ മാറ്റം ഉണ്ടാകുന്നത് സോഷ്യൽ എഞ്ചിനീയറിങ്ങിനകത്ത് ആ സൊസൈറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ്. ആ സൊസൈറ്റിയുടെ കടന്നു ചെന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തോളാതെ. അതിന് നിങ്ങളുടെ ആരുടെ അവതാരം മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനൂടെ ജോസ് കെ മാണിയെ ചവിട്ടി പുറത്താക്കാനും മുസ്ലിം ലീഗിന്റെ തീട്ടൂരം വാങ്ങിയിട്ടല്ലേ ചവിട്ടി പുറത്താക്കി. എന്ത് ജോസ് കെ പാലാ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണിയും ഇടതുപക്ഷം തറ പറ്റിപ്പോയില്ലേ? പാലാ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ജയിച്ചില്ല. ഞങ്ങൾ ജയിച്ചു. പാലാ മുനിസിപ്പാലിറ്റി പിടിച്ചൂടായിരുന്നോ? പാലാ മുനിസിപ്പാലിറ്റിയില് ഇനിയിപ്പോ അല്പം 5 സീറ്റ് കുറഞ്ഞു പോയി എന്നുള്ളതല്ലേ അജയ് തറയിൽ താങ്കളുടെ വാദം അല്ലേ? സീറ്റ് കുറയുമ്പോഴും തോക്കുന്നില്ല അവര്. അതെല്ലാം പറഞ്ഞത്. പാലാ നിയോജക മണ്ഡലം KM മാണി 67 മുതൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണി എന്ന് പറയുന്ന KM മാണിയുടെ മകൻ ചെന്നതിന് ശേഷവും പാലാ നിയോജക മണ്ഡലത്തിലെ പാലാ മുനിസിപ്പാലിറ്റിയുള്ള മുഴുവൻ പഞ്ചായത്തിലും LDF പരാജയപ്പെട്ടു. എന്നിട്ടാണോ അവിടെ ചില സ്ഥലത്ത് BJPക്കാണ് ആകർഷിച്ചിരിക്കുന്നത്. വോട്ട് വിഹിതത്തിൽ 101 മണ്ഡലം അല്ലല്ല, വോട്ട് വിഹിതത്തിൽ 101 അല്ല, 55 മണ്ഡലം വോട്ട് വിഹിതത്തിൽ. ഞാൻ കണക്കൂട്ടി 55 മണ്ഡലത്തിൽ. 55 മതിയോ? അല്ല, ഇപ്പോഴത്തെ വോട്ട് വിഹിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ സംബന്ധിച്ച് അതായത് 2016 വലിയ മെജോറിറ്റി അല്ല, ഞങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാട് എടുത്തിരിക്കുന്നത് രാഷ്ട്രീയമായ UDFന്റെ പ്രശ്നത്തെ കുറിച്ചല്ല. ഞങ്ങൾക്ക് കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തെ തകർക്കും. കോൺഗ്രസിനെ സാമൂഹ്യ പശ്ചാത്തലത്തെ തകർക്കുന്ന ഘടകമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് കേരളത്തിലെ എന്നാണ് റഹീമിന്റെ പാർട്ടി പറയുന്നത്. എനിക്കറിയില്ല, റഹീമിനോട് ചോദിച്ചോളൂ. ഇപ്പോൾ മുസ്ലിം മതമൗലികവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് UDFന് നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ ഒരു സോഷ്യൽ ടെക്സ്ചറിന് തടസ്സമാണെന്നാണ് ശ്രീ TG മോഹൻദാസ്. ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് ഈ ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു കോൺഗ്രസ് എന്ന് അമിത്ഷാ ഉദ്ഘോഷിച്ചതുപോലെയാണ് UDFന്റെ നേതൃത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണോ എന്ന ചോദ്യത്തിലൂടെ പിണറായി വിജയൻ നിങ്ങളെക്കാൾ വലിയ വർഗീയ വിഷം ചുരത്തുന്നുണ്ടോ പിണറായി വിജയൻ? ഇല്ല, ഞാനതിനെ കാണുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഇത്ര പ്രതിരോധത്തിലാകുന്നത് പിണറായി വിജയൻ പറയുമ്പോൾ അവര് UDF ഒരു മുന്നണിയല്ലേ. കോൺഗ്രസിന്റെ നയം തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കാര്യം കൂടെ നോക്കിയിട്ട് തീരുമാനിക്കുന്നതിൽ തെറ്റെന്താ? മുസ്ലിം ലീഗ് നയം തീരുമാനിക്കുമ്പോൾ കൂടെയുള്ളത് കോൺഗ്രസ് ആണ്, അവർക്കൊരു ദോഷം വരാതെ വേണം നമ്മൾ ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്നതിൽ തെറ്റെന്താ? അതല്ലേ മുന്നണി സംവിധാനം. അതോ മുസ്ലിം ലീഗ് അവർക്ക് തോന്നിയ പോലെ ചെയ്യും, കോൺഗ്രസ് അവർക്ക് തോന്നിയ പോലെ ചെയ്യും? ഇതാണോ മുന്നണി? മുന്നണിയിലെ ഘടകകക്ഷികൾ അന്യോന്യം നയങ്ങളിൽ സ്വാധീനിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. എന്റെ നോട്ടത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്ന് പിണറായി വിജയനോട് ചോദിക്കേണ്ടിയിരുന്നത് അതെ, മുസ്ലിം ലീഗിനെ കൂടെ കൺസൾട്ട് ചെയ്തിട്ടാണ് UDFൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടം മുസ്ലിം ലീഗും കോൺഗ്രസും കാണിക്കണമായിരുന്നു. ഇവര് ഭയന്നു പോയത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടുമെന്ന് വിചാരിച്ച LDF അത്രയ്ക്കങ്ങ് തോറ്റില്ല. ഞാനിത് നികേഷിനോട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറഞ്ഞിരുന്നു, താങ്കൾ പറഞ്ഞതാണ്. അതിന് താങ്കൾ BJPയിൽ നിന്ന് വേണ്ടത്ര കിട്ടുന്നുണ്ട്. അത് കിട്ടിക്കോട്ടെ, ഞാനത് മൈൻഡ് ചെയ്യുന്ന ആളല്ല, അറിയാമല്ലോ. ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. ഞാൻ ഈ ഉള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ്, മനസ്സിലായോ? വലിയ പണക്കാരനോ ഇതൊന്നുമല്ല. ഇപ്പൊ ഈ നരേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് മനഃപൂർവ്വം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിലെത്തിച്ചിട്ടാണ്. ഞാൻ എൻ്റെ ഒരു കാര്യം നികേഷിനോട് പറയാം. ഈ പറഞ്ഞ പത്തനംതിട്ട, കൊല്ലം ഭാഗത്തൊക്കെ സംഭവിച്ചത്
ഈ ജോസ് കെ മാണി പോയല്ലോ. ജോസ് കെ മാണിയെ വാസ്തവത്തിൽ രക്ഷിച്ചത് കേരള ഹൈക്കോടതിയാണ്. ഇലക്ഷൻ കമ്മീഷൻ 2 ചിഹ്നം കൊടുത്തു. കോടതിയിലും ഹൈക്കോടതിയിലും ജോസഫ് വിഭാഗം തോറ്റു. അപ്പൊ ഔദ്യോഗിക വിഭാഗം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയാണ് എന്ന് അങ്ങനെ 2-3 ഘടകങ്ങളുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിനെ വിലയിരുത്തുന്ന ഒരു ചർച്ച അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് കൺസോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഇതിന്റെ പറയട്ടെ, ഇതിന്റെ ഷിഫ്റ്റാണ്. അല്ലാതെ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യാനികൾ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാകുകയും ഇതിലും ഭേദം LDF ആണെന്ന് തീരുമാനിക്കുകയും അവരെല്ലാം കൂടെ ഓടിപ്പോയിട്ട് LDFന് വോട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയുള്ള തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് UDFനെ വിട്ടിട്ട് LDFിലേക്ക് ചേക്കേറും എന്നൊക്കെയുള്ള സ്വപ്നം കണ്ടോ. ഞാനൊന്ന് പറഞ്ഞു മുഴുമിപ്പിക്കട്ടെ. ആദ്യത്തെ 2 ദിവസം കിറ്റ് വിതരണം ചെയ്താണ് LDF രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. കിറ്റ് ഏൽക്കാതെ വന്നപ്പോൾ പുതിയൊരു സ്കിറ്റ് ഉണ്ടാക്കിയതാണ് ഈ ക്രിസ്ത്യൻ വോട്ടിന്റെ മുസ്ലിം വിരുദ്ധ ചലനം. ഈ ട്രാപ്പിനുള്ളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും വീഴരുതായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ മുഖ്യമന്ത്രി വർഗീയതയുടെ വ്യാപാരി എന്ന ആക്ഷേപം ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇസ്ലാമോഫോബിയ ഹിന്ദുക്കൾക്കിടയിൽ BJP പരത്തുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കിടയിലും അമ്മാതിരി ഒരു വികാരം ഉണർന്നു വരുന്നു എന്നൊക്കെ. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ പരമാവധി ശബരിമലയിൽ പോയ ഹിന്ദു വോട്ടുകളിൽ കുറച്ചൊക്കെ സമാഹരിക്കാൻ LDFന് സാധിച്ചു. ക്രിസ്ത്യൻ വോട്ടുകളിൽ ചിലതൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ 2 വോട്ടുകളും നിലനിർത്തുക. മുസ്ലിം ലീഗ് അപ്പുറത്തുണ്ടല്ലോ, UDFിലുണ്ട്. അതിന് എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ LDFിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ അതിന് ഇടവുമില്ല. ആ സാഹചര്യത്തിൽ നിലവിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ചെയ്യാവുന്ന ഒരു രാഷ്ട്രീയം, അതായത് വരാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയും 5 ലീഗ് മന്ത്രിമാരുമാണെന്നൊക്കെ പച്ചക്ക് നിങ്ങൾ വർഗീയത പറയാറില്ലേ, അതിന് വേറൊരു ഭാഷ്യം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റായി കാണുന്നത് അത് അടുത്ത നേരത്തെ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി പിണറായി വിജയൻ ചെയ്യുന്നതാണ് എങ്കിൽ അത് EMS ഒക്കെ എല്ലാ കാലഘട്ടത്തിലും ചെയ്യുന്നതല്ലേ TG മോഹൻദാസ്? അതെല്ലോ, എല്ലാവരും ചെയ്യുന്നതാണല്ലോ. ഞാൻ പിണറായി വിജയനെയും കുറ്റം പറഞ്ഞില്ല. പിണറായി വിജയൻ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പറ്റിയ രീതിയിൽ സെറ്റ് ചെയ്യുന്നു. ഈ നമ്മളുടെ ഒരു അന്ധവിശ്വാസമാണ് രാഷ്ട്രീയത്തിൽ മതം കലർത്താൻ പാടില്ല എന്നുള്ളത്. രാഷ്ട്രീയത്തിലല്ല, ഭരണകൂടത്തിൽ മതം കലർത്താതിരിക്കുക എന്നുള്ളതാണ് സെക്യുലറിസം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സെക്യുലറിസം. നിങ്ങൾ ഭരണകൂടമാണെങ്കിൽ നിങ്ങളൊരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മതം കലരും. നിങ്ങളൊരു പ്രത്യേക മതത്തിന് എന്തെങ്കിലും പോകുന്ന പോലെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യോ ഓവർ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങളുടെ വോട്ട് ബാങ്കാണ്, നിങ്ങളത് ചെയ്യും. ഇത് എല്ലാവരും ചെയ്യുന്നതല്ലേ. ശരി, ദയവായി തുടരുക. റഹീം, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മതം കലരരുത് എന്ന് നിഷ്കർഷിക്കുന്ന പാർട്ടിയും മുന്നണിയുമാണ് നിങ്ങളുടേതെന്നാണ് നിങ്ങൾ എപ്പോഴും പറയാറുള്ളത്. പക്ഷേ നേരത്തെ വിജയരാഘവന്റെ കാര്യത്തിൽ, കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ, ഇപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തിൽ ഇവരെല്ലാം കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അമീർ എന്നിവരുടെ മുന്നണിയായിട്ടാണ് ഇതിനെ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പോ കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇനിയിപ്പോൾ ഇതേ പിണറായി വിജയനെ മാത്രം എന്തിനാ നമ്മൾ കുറ്റം പറയണം? 2020 ഏതാണ്ട് 2008-ലോ 2004-ലോ ആണെന്ന് തോന്നുന്നു, VS അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രദേശമായി കേരളം മാറും എന്ന്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയിലാണ് CPM ആക്ട് ചെയ്തിട്ടുള്ളത്. റഹീം, ഹിന്ദു പാർട്ടി എന്നല്ല CPM കേരളത്തിലെ ഏറ്റവും വലിയ സെക്കുലർ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും വിശ്വാസമില്ലാത്തവർക്കും ഒക്കെ വന്നു ചേരാനും ഒരുമിക്കാനും സംഘടിക്കാനും ഒക്കെ കഴിയുന്ന പാർട്ടിയുടെ പേരാണ് CPM. അങ്ങനെ ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറേണ്ടതാണ്, കോൺഗ്രസ് നിലനിൽക്കേണ്ടതാണ്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് അങ്ങനെ, താങ്കൾ നേരത്തെ CK ഗോവിന്ദൻ നായരുടെ കാര്യം പറഞ്ഞു. CK ഗോവിന്ദൻ നായർ മുതൽ സാക്ഷാൽ രമേശ് ചെന്നിത്തല വരെയുള്ളവർ, ആര്യാട മുഹമ്മദ് എല്ലായ്പ്പോഴും, K മുരളീധരൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും കോൺഗ്രസിന് ഇത്തരത്തിലൊരു സെക്കുലർ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കണം, സെക്കുലർ പാർട്ടിയായി നിലനിൽക്കണമെന്ന വാണിംഗ് ആയിരുന്നു. ആ വാണിംഗ് ഇപ്പോൾ മാറിയിരിക്കുന്നു. അതിന്റെ കാരണം അതിന്റെ ദുർബലാവസ്ഥയാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇല്ല, കേരളത്തിൽ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വരുന്ന ആ ദുർബലാവസ്ഥയിൽ അവർ കൂടുതൽ വിനീത വിധേയരായി മാറുന്നു ലീഗിന്. അതും സഹിക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഇവിടെ ഈ ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് ലീഗിന് വിധേയപ്പെടുന്നു എന്നുള്ളതല്ല, ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് വിധേയപ്പെടുന്നു എന്നുള്ളതാണ്. ഞാനതിന്റെ ചരിത്രത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. നേരത്തെ ഇവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വോട്ട് എന്നെല്ലാം പറഞ്ഞു. TG മോഹൻദാസ് നിരീക്ഷിച്ചു എക്കാലവും ക്രിസ്ത്യൻ വോട്ട് ചെയ്യില്ല. ഞങ്ങൾ പറയുന്നു
നല്ലത് ചെയ്യുന്നവർക്ക് നല്ല ആളുകൾ വോട്ട് ചെയ്യും, നല്ലത് ചെയ്യുന്നവർക്ക് ആളുകൾ വോട്ട് ചെയ്യും. പ്രബുദ്ധമാണ് കേരള ജനത എന്ന് തെളിയിച്ചതാണ്. എനിക്ക് തീർത്തും ലജ്ജയുണ്ട് ഈ ചർച്ചയിൽ ഒരു പരിധിക്കപ്പുറം. ഞാൻ ശ്രീ നികേഷിനോടും എൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ എല്ലാം ഈ ജാതിയുടെയും മതത്തിൻ്റെയും കള്ളിക്കകത്ത് വെച്ച് മാത്രം ചർച്ച ചെയ്യരുത്. ഈ വളരെ ചിരപുരാതനമായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ചർച്ചയിലില്ലാത്തൊരു നിരീക്ഷകൻ സ്ഥിരം ചെയ്യുന്നതാണത്. നമ്മൾ അങ്ങനെ പലരും അങ്ങ് ചെയ്തു പോവാണ്. അത് ചെയ്യരുത്. സ്വാഭാവികമായിട്ടും ജാതി മത അതെല്ലാം പറയാം, പറയുന്നതിനപ്പുറത്ത് സ്ഥിരം ഇങ്ങനെ അത് മാത്രമാണ് അവലംബിക്കുന്നത്, ജനങ്ങൾ അത് മാത്രം നോക്കിയാണ് വോട്ട് ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അതിന്റെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വട്ടിയൂർക്കാവ് മണ്ഡലം. നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. വട്ടിയൂർക്കാവിൽ പ്രശാന്തിന്റെ വിജയത്തിന് ശേഷം കേരളം ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട ഘടകവും അതാണ്. കേരളം മാറുകയാണ്. സക്കറിയ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒരു അപഗ്രഥനമായി ഈ തെരഞ്ഞെടുപ്പ് പഠനമായി ഞാൻ കാണുകയാണ്. കേരളം മാറുകയാണ്. മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന മാധ്യമ വായനയിൽ കേരളം മാറുന്നു. എല്ലാം തുടങ്ങാതെ വിഴുങ്ങുന്നില്ല. ഇവിടെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഈ ക്രൈസ്തവ സമൂഹം ലോകമാകെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന്. തീർച്ചയായും അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് അത് സാമ്രാജ്യത്വം കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ നോക്കൂ, അതേ ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനങ്ങൾ എങ്ങനെയാണ് ശ്രീ അജയ് തറയിൽ അദ്ദേഹം വളരെ കൃത്യമായി കോവിഡ് കാലത്ത് അദ്ദേഹം തുടർച്ചയായത് പറയുന്നു. അദ്ദേഹത്തെ വിമർശകർ പറയുന്നത് മാർക്സിസ്റ്റ് പാപ്പ എന്ന് വിമർശിച്ചല്ലേ പല മാധ്യമങ്ങളും. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ കത്തോലിക്ക സഭ ഈ നിലയിൽ ഒരു സമീപന മാറ്റമുണ്ടാകുന്നു, ഒരു ഷിഫ്റ്റ് ഒരു അഭിപ്രായത്തിൽ ഉണ്ടാകുന്നു. അതെല്ലാം കേരളത്തിലും റിഫ്ലക്ട് ചെയ്യും, യാതൊരു സംശയം വേണ്ട. കേരളത്തിലും ആണെങ്കിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും മതന്യൂനപക്ഷങ്ങൾ BJPക്ക് ഒരു ബദലായി കോൺഗ്രസിനെ ഇത് കാണുന്നില്ല. അത് കപിൽ സിബൽ പറഞ്ഞില്ലേ, അജയ് തറയിൽ എന്നെ വിട്ടേക്കു കപിൽ സിബൽ പറഞ്ഞില്ലേ, കാർത്തി ചിദംബരം പറഞ്ഞില്ലേ, ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കർണാടകയിലും നമ്മളത് കാണുന്നില്ലേ. ഇന്ന് രാജ്യത്ത് കോൺഗ്രസിൽ നടക്കുന്ന ചർച്ച തന്നെ ഇതല്ലേ. BJPക്ക് ബദലാകാൻ കഴിയുന്നില്ല. ആ ദൗർബല്യം നിങ്ങൾ ദയവ് ഇത് മനസ്സിലാക്കൂ. ആ ദൗർബല്യത്തെ മറയ്ക്കുന്നതിന് വേണ്ടി നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കരുത്. ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു. അജയ് തറയിൽ സീനിയർ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ ബന്ധമില്ല, അത് തെറ്റാണ്. AICC നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുമായി എവിടെയും നീക്കുപോക്കുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുമെന്ന് മുല്ലപ്പള്ളി. ഞാൻ വിനീതമായി ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ കാലമൊക്കെ വിട്ടേക്കൂ. മതിയായ ഭൂരിപക്ഷം ഇല്ലാതെ തുലാസിൽ നിൽക്കുന്ന വിവിധ പഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ. അവിടെ 1-2 സീറ്റുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ പിന്തുണ പോസ്റ്റ് പോൾ അലയൻസ് കോൺഗ്രസ് സ്വീകരിക്കുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിയോട് ചോദിച്ചു. ശ്രീ നികേഷ് മനസ്സിലാക്കണം, മുല്ലപ്പള്ളി അതിന് പറഞ്ഞ മറുപടി തീരുമാനമെടുത്തിട്ടില്ലെന്നാണ്. തലേ ദിവസം വരെ മുല്ലപ്പള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അതായത് AICCയുടെ തീരുമാനം ഇപ്പോൾ പോലും പറയാൻ കഴിയാത്ത വിധം KPCC പ്രസിഡന്റ് അശക്തനായി മാറുന്നു. ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമല്ലേ? AICCയുടെ നിലപാട് എന്തുകൊണ്ട് ഇപ്പോൾ പറയൂ. ശ്രീ ഈ ചർച്ചയിൽ നികേഷ് ചോദിച്ചേ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായോ പോപ്പുലർ ഫ്രണ്ടുമായോ പോസ്റ്റ് പോൾ അലയൻസിന് തയ്യാറാകുമോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. CPIM പറയുന്നു BJPയുടെയോ പോപ്പുലർ ഫ്രണ്ടിന്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ പിന്തുണ കൊണ്ട് കേരളത്തിൽ ഒരു പഞ്ചായത്തും ഞങ്ങൾ ഭരിക്കില്ല, ഒരു പഞ്ചായത്തും ഭരിക്കില്ല. ഇപ്പോ തുലാസിൽ നിൽക്കുന്നതുണ്ടല്ലോ, ഞങ്ങൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാം, പക്ഷേ ഈ പറയുന്ന ആരുടെയെങ്കിലും പിന്തുണ ഞങ്ങൾ ഭരിക്കില്ല. ഇതുപോലെ പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? AICC പറയുമ്പോഴും ഇവിടുത്തെ PCC നേതൃത്വത്തിന് പറയാൻ കഴിയുന്നില്ല. പറയാൻ കഴിയാതിരിക്കുന്നത് ദുർബലമായ കോൺഗ്രസ് വിനീത വിധേയരായി ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ അണിനിരന്നിരിക്കുന്ന മറുപടി പറയട്ടെ. താങ്കൾ ചോദിച്ചു കൊണ്ടുവരുന്നാൽ മതിയല്ലോ, അദ്ദേഹത്തിന് മറുപടി പറയാൻ മുട്ടുന്നുണ്ട്. അല്ല ഞാൻ പറയാം, നേരിട്ട് മറുപടി ഉണ്ടെങ്കിൽ പറയണം. അല്ല, STPIയുമായി ഒത്തുചേർന്നുകൊണ്ട് ഭരണം നേതൃത്വത്തിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റുമോ റഹീമിന്? ഇപ്പോൾ തന്നെ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ പറയുന്നു കോൺഗ്രസ് വളരെ വ്യക്തമായ നിലപാടുണ്ട്. BJPയുമായിട്ടോ പോപ്പുലർ ഫ്രണ്ടുമായിട്ടോ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടോ ഒരു സഖ്യത്തിലും ഞങ്ങൾ ഭരണത്തിലേക്ക് വരാൻ തയ്യാറല്ല. ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയുമായി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു കക്ഷി അല്ലെങ്കിൽ സ്വതന്ത്രൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായിട്ടല്ലാതെ ഈ മുന്നണിക്ക് അല്ലാതെ STPI നികേഷ്, ഞാൻ നാളെ നികേഷ് കണക്കെടുത്ത് തരാം. STPIയുമായി CPM സഖ്യമുണ്ടാക്കി പഞ്ചായത്ത് പിടിക്കാനായി തീരുമാനിച്ച സ്ഥലങ്ങളിൽ ഞാൻ വെറുതെ എന്തിനാ തള്ളടിക്കുന്നത് നിങ്ങൾ?
തള്ളു വേണ്ട കാര്യമില്ലോ. SDP-യുമായി സഖ്യത്തിലേർപ്പെട്ടുകൊണ്ട് പിടിക്കുമെന്ന്. രണ്ടാമത്തെ അല്ലല്ല ആ ഒരു വിഷമമില്ലല്ലോ നികേഷ്, ഒരു വിഷമം കാര്യമില്ല. SDP-യുമായി CPM ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങാത്തം ഭരണത്തിലേക്ക്. രണ്ടാമത്തെ കാര്യം വട്ടിയൂർക്കാവിനെ കുറിച്ച് അല്ലല്ല, വട്ടിയൂർക്കാവിനെ കുറിച്ച് റഹീം പറയുന്നത് കേട്ടു. ഏതാണ്ട് അവിടുത്തെ വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 30% വോട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു സമൂഹത്തിന്റെ ആളെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അല്ലാതെ അവിടെ വോട്ടൊന്നുമില്ലാത്ത ആളൊന്നുമല്ല. അതുകൊണ്ട് അല്ല, അത് ഏതാണ്ട് പുള്ളി പറഞ്ഞു കേട്ടല്ലോ, ഏതാണ്ട് വലിയ പരീക്ഷ നടത്തി. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി 30% വോട്ടുള്ള ഒരു സൊസൈറ്റിയിൽപ്പെട്ട ആളാണ്. അത് എന്നിട്ട് അത് ജയിച്ചതിന് അത് വലിയൊരു പരീക്ഷണമായിരുന്നു എന്ന് പറയുന്നത് അല്ല, തർക്കമുണ്ടോ? ബാക്കി ഭൂരിപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോവുകയും അവർ പാർട്ടി വോട്ട് ഈ വോട്ട് കൂടി ജയിക്കുകയും ചെയ്തു. അതല്ല ഉണ്ടായത്. അല്ലാതെ ഇവിടെ ഏതാണ്ട് വലിയ പരീക്ഷ നടത്തി വിജയിച്ചു എന്ന് പറയുന്ന ഒരു കഥയില്ല അതിനകത്ത്. നേരെ മറിച്ച് 5% വോട്ടുള്ള കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അല്ല, 5% വോട്ടുള്ള കോൺഗ്രസ് ചെയ്യാറ് അങ്ങനെയല്ലേ? നേരെ മറിച്ച് കോൺഗ്രസ് ചെയ്യാറുണ്ട്. കോൺഗ്രസ് 10%, 5% വോട്ടുള്ള ആളുകളെ നിർത്തി പാട്ടും പാടി ജയിപ്പിക്കാറുണ്ട് കോൺഗ്രസ്. ശരി. അല്ല, ഈ റഹീമാന് മറുപടി പറയട്ടെ. റഹീമെ, പിന്നെ ഈ ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്ക് ഉണ്ടാക്കിയവരുമായിട്ട് സഹകരിക്കും കേട്ടോ? ഞാൻ വളരെ സാർ എന്റെ അവസരമല്ല, ഞാനത് പറഞ്ഞോട്ടെ ജയിക്കറിയ പ്ലീസ്. അതായത് എന്റെ കയ്യിൽ ഒരു പോസ്റ്റർ ഉണ്ട്. നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ജില്ലയാണ് ആലപ്പുഴ, അരുക്കുറ്റി പഞ്ചായത്ത് 7ാം വാർഡ് UDF പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പോസ്റ്റർ എന്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചുതരാം. ഇതുമാതിരി UDF പിന്തുണയുള്ള ഒരുപാട് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികൾ കേരളത്തിലാകെ മത്സരിച്ചു. അത് പാടില്ലെന്നാണ് AICC നേതൃത്വം പറഞ്ഞത്. ശരി, അപ്പോൾ ശ്രീ മുല്ലപ്പള്ളി പറഞ്ഞു അങ്ങനെയൊരു നീക്കുപോക്കില്ല, എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞ മുല്ലപ്പള്ളിയോടും അജയ് തറയിലോടും ഞാൻ ചോദിക്കുന്നു, ഇത്തരത്തിൽ മത്സരിച്ച് വിജയിച്ചവർ UDF പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി, അങ്ങനെ UDF പറയട്ടെ, അവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു, അവർ പിന്തുണയിൽ പഞ്ചായത്ത് ഭരണപ്പിക്കുന്നത് എന്താ തെറ്റുള്ളത്? അതാണ് വിപ്ലവം എന്ന് പറയുന്നത്. നിങ്ങൾ STPയുമായി കൂടി കൂടില്ല എന്ന് പറ റഹീമേ. STPയുമായി കൂടില്ല പറഞ്ഞു കഴിഞ്ഞല്ലോ. നാളെ കണക്ക് തരാം. നാളെ കണക്ക് കഴിഞ്ഞല്ലോ. എവിടെ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഈ CPM ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വർഗീയത കളിക്കുന്ന, പച്ച വർഗീയത വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അതിപ്പോൾ EMSന് പകരം ഞാനും പറഞ്ഞതല്ല, കോഴിക്കോട് ജില്ലയുണ്ടല്ലോ. അല്ല പറ എന്തായാലും വെൽഫെയർ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്വതന്ത്രനോ ആയിട്ട് മത്സരിച്ച് ജയിച്ച, മൊബൈൽ ഫോണിലോ ഗ്യാസ് കുറ്റിയിലോ മത്സരിച്ച് ജയിച്ചതെല്ലാം UDF വോട്ടാണ്, ലീഗ് വോട്ടാണ്. ആ വോട്ട് ഇനി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ വരുമെങ്കിൽ അത് വേണ്ടേ? എന്താ ഇത് റഹീം? പൊന്നു റഹീം, ഞാൻ കോട്ടയം അസംബ്ലിയിൽ ഇത് കൂടി കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയം അസംബ്ലിയിൽ മത്സരിക്കുമ്പോൾ അന്ന് ഈ പറഞ്ഞ ജമാഅത്തിന്റെ ആളുകൾ നമ്മുടെ ആൾ ബന്ധപ്പെട്ടു. അവർ പറഞ്ഞു ഇങ്ങനെ അവിടെ റിക്വസ്റ്റ് എഴുതി കൊടുക്കാണ്ടെങ്കിൽ 750 വോട്ടുണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആ വോട്ട് വേണ്ട, റിക്വസ്റ്റ് എഴുതി കൊടുക്കത്തില്ല. ഞാൻ വൈപ്പിങ്ങാന് മെസ്സേജ് ഇപ്പോൾ പറഞ്ഞു 350 വോട്ടുണ്ട്, ആ വോട്ട് കൃത്യമായ വോട്ടാണ്. ഞാൻ എഴുതി കൊടുത്തില്ല. എനിക്ക് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ അവർ നിങ്ങളുടെ സഹായം എനിക്ക് വേണമെന്ന് ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത വോട്ട് വാങ്ങണമെന്ന് പറഞ്ഞു. എഴുതി കൊടുത്തിട്ട് വാങ്ങാതെ അന്ന് ഞാനന്ന് 750 വോട്ടിനകത്ത് 300 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ 365 വോട്ടിനകത്ത് നോക്കുന്നത് അല്ല, ഞാൻ പറയാണ്. അപ്പോൾ രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമി എന്ന രാഷ്ട്രീയ സംഘടന അവർ സാമുദായ സംഘടനയാണ്. വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് UDF നീക്കുപോക്ക് ഉണ്ടാക്കി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ വെൽഫെയർ പാർട്ടി അത് ശരി, നിങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ അവരുടെ ഭരണഘടന എടുത്തു നോക്കുക. അവരൊരു സമുദായ പാർട്ടിയല്ല. നമ്മുടെ വിഷയം അതേയല്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോളൂ. അതെ, എന്റെ അവസരം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതുകൂടി ചേർത്ത് പറയാൻ അദ്ദേഹം പറഞ്ഞാണല്ലോ. ഇത് മനസ്സിലാക്കേണ്ട എന്താണെന്നറിയാമോ? ഇവിടെയാണ് സഖാവ് പിണറായിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസക്തമാകുന്നത്.
കോൺഗ്രസിന് സ്വന്തം നിലയ്ക്ക് ഒരു അഭിപ്രായം പറയാൻ കഴിയാതെ വന്നിരിക്കുന്നു. കോൺഗ്രസ് ലീഗിനും ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്ക് വിധേയമാകുന്നു. ഇതൊരു രാഷ്ട്രീയ വിമർശനമാണ്. രാഷ്ട്രീയമായൊരു വിമർശനം ഉയർത്തുമ്പോൾ അയ്യോതാ മതപരമായി ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ നേരത്തെ പ്രതികരിച്ച MSFന്റെ നേതാവ് വനിത അവർ പറയുകയായിരുന്നു ഇത് ഇസ്ലാമിനെതിരായ കടന്നാക്രമണം. ലീഗിനെതിരെ പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ എങ്ങനെയാണാകുന്നത്? പക്ഷെ അത് സമസ്ത കൂടി പറയുന്നു എന്നുള്ളതാണ്. സമസ്തയുടെ മുഖപ്രസംഗം പറയുന്നു എന്നുള്ളതാണ്. സമസ്തയുടെ സുപ്രഭാതം പത്രത്തിന്റെ മുഖപ്രസംഗം പറയുന്നു എന്നാണ്. ഒന്ന് കേൾക്കൂ, ഞാൻ ഒരു ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. അതായത് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ലീഗിന്റെ ചരിത്രം ഇതാണ്. ലീഗ് മുസ്ലിം എന്ന് പറയുന്ന ഒരു മതിൽ കെട്ടിവെച്ചിട്ട് അതിന്റെ പുറകിൽ നിൽക്കുകയാണ്. അതിനപ്പുറത്ത് ഒന്നുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഐസ്ക്രീം പാർലർ കുംഭകോണം നടന്നപ്പോൾ ഇതേ പ്രതിവാദമായിരുന്നു അവർ ഉയർത്തിയത്. ഓരോ ഘട്ടവും അതുപോലെയല്ല ഇത്. റഹീം സുപ്രഭാതം പറയുന്നത് സുപ്രഭാതത്തിന്റെ ഏതോ ഒരാൾ എഴുതിയ ലേഖനമല്ല കേട്ടോ ഇത്. സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി വർഗീയാഗ്നിക്ക് തിരികൊളുത്തരുത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ സംഘപരിവാർ പരാജയപ്പെട്ടെടുത്ത് CPM ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ലീഗല്ലാത്ത മുസ്ലിങ്ങളുടെ നെഞ്ചിലാണ് ഇത് പതിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെ മുസ്ലിം എന്നുള്ളതിൻ്റെ അതിനെ മുന്നിൽ നിർത്തി നിൽക്കുന്നു, പിന്നിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സമസ്ത അങ്ങനെ കാണുന്നു. ഒരു മിനിറ്റ്, സമസ്തയുടെ അഭിപ്രായം പറയട്ടേനെ. ഇപ്പൊ സമസ്ത ഇതിനു മുമ്പ് ലീഗിനെ വിമർശിച്ചുകൊണ്ടും പറഞ്ഞതാണല്ലോ. സമസ്തയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ സമസ്തയ്ക്ക് മനസ്സിലാകും എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും. ആ സമസ്ത പറയട്ടെ. അതിപ്പോ സമസ്തയ്ക്ക് പറയാലോ. ഞങ്ങൾ അതിന് അത്രേ കാണുന്നുള്ളൂ. ഞങ്ങളിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ സെക്കുലർ ഫാബ്രിക് തകർക്കുന്നതിനുള്ള നീക്കുപോക്കാണ്. UDFന്റെ ഭാഗമാക്കി മാറ്റാണ്. അജയ് തറയിലൊക്കെയുള്ള ഈ കോൺഗ്രസിലെ ആ കോൺഗ്രസിൽ UDFന്റെ ഭാഗമാക്കി മാറ്റാനാണ് ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് നടക്കുന്നത്. ഞാൻ ഒരു കാര്യം, ശ്രീ നികേഷിന്റെ ഈ റിപ്പോർട്ടർ TVയുടെ ഓഫീസ് മുറിയിൽ നിന്ന് പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ശ്രീ വേണു ബാലകൃഷ്ണൻ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ഓർമ്മയില്ലേ? എന്തിനായിരുന്നു ആ ചോദ്യം അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്? ആ ക്ലിപ്പിംഗ് ചരിത്രത്തിന്റെ ഭാഗമാണ്. എങ്ങനെയാണത്? കാസർഗോട്ട് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടി നിസാർ കമ്മീഷനെ പിരിച്ചുവിട്ട സംഭവത്തിലാണ്. അത് സംബന്ധിച്ച് ചോദിച്ചിട്ടാണ് അസ്വസ്ഥനായ അദ്ദേഹം ഇറങ്ങിപ്പോയത്. ലീഗ് ഏറെക്കാലമായി ഇതിനെതിരെ ലീഗിനകത്തൊരു കലാപമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും ലീഗ് വഴങ്ങേണ്ടതുണ്ടോ എന്നൊരു കലാപം എത്രയോ കാലമായ ഒരു ഉൾപാർട്ടി സമരം അതിനകത്ത് നടക്കുന്നുണ്ട്. അത് ശരിയല്ലേ? അതിലിപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും അധികാരത്തിന് കൂട്ടുകൂടാം എന്ന ശക്തി ഇപ്പൊ വിജയിച്ചിരിക്കുകയാണ്. ശരി, ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഈ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന നിലപാട് 86 കാലഘട്ടത്തിലൊക്കെ CPM എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും സമീപകാലത്ത് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും വർഗീയ പാർട്ടിയായി CPM കാണുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന മതമൗലികവാദത്തിൻ്റെ സ്വാധീനം മുസ്ലിം ലീഗിൽ ഉണ്ടാവുമ്പോഴാണ് ആ സ്വാധീനത്തിൽ ഇത് വർഗീയ നിലപാടിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്ന് വിലയിരുത്തൽ. അങ്ങനെ ഒരു വർഗീയ പാർട്ടി മതമൗലികവാദ കൂട്ടായ്മ UDFന് നേതൃത്വം നൽകുന്നതിനെയാണ് പിണറായി വിജയൻ ചോദ്യം ചെയ്തത് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പഴയ മുസ്ലിം ലീഗിനെ തിരിച്ചു പിടിച്ചോ, ആരും കുറ്റം പറയില്ല. അതിപ്പോ ഇവര് കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ല പ്രശ്നമാണ്. ഇവര് കുറ്റം പറയുന്നത് കേരള ജനതയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന് കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന ആ മതന്യൂനപക്ഷങ്ങളെ ഇവരെന്ത് പ്രകോപിപ്പിച്ചാലും ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാൻ പോകുന്നില്ല. നികേഷ്, അല്ല അത് പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം ലീഗ് വർഗീയത ഉണ്ടെന്ന് ഇവരല്ലല്ലോ തീരുമാനിക്കുന്നേ. ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ഒരു ദിവസം പിണറായി വിജയൻ പറയുന്നത്, പിറ്റേ ദിവസം കോടിയേരി പറയുന്നത്, പിറ്റേ ദിവസം നമ്മുടെ രാഘവനാണ് ഇന്നിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തനി RSSന്റെ ഭാഷയിലാണ് ഇന്ന് സംസാരിച്ചത്. തനി RSSന്റെ ഭാഷയിലാണ്. വിജയരാഘവൻ തനി RSSന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, അവർക്ക് കാരണം ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അതുകൊണ്ട് അവരുടെ ആ വോട്ട് ബാങ്കിനകത്ത് അവർക്ക് വന്ന നഷ്ടം, ആ നഷ്ടത്തെ തിരിച്ചു പിടിക്കാനുള്ള അത് RSS ആണെങ്കിലും ശരി, അതിലും താഴെ പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനം അല്ല അതാണെങ്കിൽ ശരി, എന്തും ചെയ്യും അവർ നഷ്ടപ്പെട്ടിരിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം. പക്ഷേ ഇവിടെ ലീഗിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താനും
ഒരു ഗവൺമെന്റ് ഉണ്ടാകാനും CK ഗോവിന്ദൻ നായരെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഈ ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല. RSS ഭാഷയാണോ അത്? അങ്ങ് പറ. ജാതി സംഘടനയോടും വർഗീയ സംഘടനയോടും ലക്ഷ്മണരേഖ വരയ്ക്കണം. അന്ന് CK ഗോവിന്ദൻ നായർ ആ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയുന്നുണ്ട് കോഴിക്കോട് പ്രസംഗത്തിൽ. ശ്രീ RSS ഭാഷയാണോ? ഞാൻ പറയട്ടെ, 70-ൽ ഈ ലീഗുമായി കോൺഗ്രസ് സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിലുണ്ടായിരുന്ന വിപ്ലവത്തെക്കുറിച്ച് റഹീമിന് അറിയുമോ എന്താണെന്ന്? നിങ്ങളുടെ പാർട്ടിയിലൊന്നുമില്ല. നിങ്ങളാണ് പിണറായി വിജയൻ തീരുമാനിച്ചാൽ നിങ്ങളെല്ലാം ഏറാം മൂളും. ലീഗിനെ ഈ മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ കേരളം മുഴുവനും യുവജന സംഘടനകൾ പ്രശ്നമുണ്ടാക്കി കോൺഗ്രസിനകത്ത് കലാപം ഉണ്ടായതിനു ശേഷം ആണ് കോൺഗ്രസിൻ്റെ മുന്നണിക്കകത്ത് ലീഗ് പ്രവേശിക്കുന്നത്. അതുപോലെ കോൺഗ്രസിനകത്ത് അഭിപ്രായം ഉണ്ടാകും, പരസ്യമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. പരസ്യമായോ രഹസ്യമായോ പാർട്ടി കമ്മിറ്റികളിൽ പോലും അഭിപ്രായം പറയാത്ത ആളുകൾ ഇവിടെ വന്നിരുന്നത് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു ലോജിക്കും പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുവെങ്കിൽ പറയുന്നു. നിങ്ങൾക്ക് തോന്നുന്നല്ല, KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞേ. രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, അതൊക്കെ നിങ്ങൾ വെറുതെ പറയേണ്ട കാര്യത്തില്ല. നിങ്ങൾ അതൊക്കെ പിളഞ്ഞത് കാണിക്കാം. അതൊക്കെ ഓരോ സമ്മേളനങ്ങളിലും അനുസ്മരണ ഒക്കെ അനുസ്മരണ സമ്മേളനത്തിൽ നിങ്ങളുടെ നയമല്ലാതെ വേറൊരു കാര്യം CK ഗോവിന്ദൻ നായർ എന്താണോ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത് അത് ഇന്ന് ബോധ്യപ്പെട്ടില്ലേ? അല്ലല്ല, CK ഗോവിന്ദൻ നായർ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, അത് ഇന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയാം. CKG പറഞ്ഞത് എന്താണ് എന്ന് പറയണത്? ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു എന്താ പറഞ്ഞത്? അത് ഏത് മുസ്ലിം ലീഗ്? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഏത് മുസ്ലിം ലീഗിനെ കുറിച്ച്? അല്ല, കേരളത്തിലെ ശങ്കർ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന കാലത്ത് മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല എന്ന് നിലപാടെടുത്ത് ചത്ത കുതിരയാണെന്ന് പറഞ്ഞാണ് ജവഹർലാൽ നെഹ്റു. അതൊക്കെ പഴയ കാര്യങ്ങൾ. എന്നിട്ടാണ് അദ്ദേഹത്തെ സ്പീക്കറാക്കിയിട്ട് വന്നത്. ഞാൻ പറയുന്നത് പഴയ കാര്യങ്ങളെ കുറിച്ച് പഴയ ആളുകളെ കുറിച്ച് പറയാനില്ല. ഇവിടെ പക്ഷേ CPM-ൽ വന്നിരിക്കുന്ന ഗതികേട്, അവിടെ എന്ത് വർഗീയതയാണെങ്കിലും ശരി, അവിടെ ഏത് തരത്തിലുള്ള നിലപാടെടുത്താലും ശരി, അതിന് ഏറാമൂളികളായ ഒരു സംസ്ഥാന കമ്മിറ്റി അതായത് ലീഗിന് ചത്ത കുതിരയെന്ന് ശ്രീ നെഹ്റു പറഞ്ഞത് രാഷ്ട്രീയമായ വിമർശനമാണ്. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് സ്വയം പറയുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി വിമർശനം നേരിടേണ്ടി വരും. ആ വിമർശനം നേരിടുമ്പോൾ അയ്യോ ഞങ്ങളെ മതപരമായി ആക്രമിക്കുന്നു എന്ന് സ്വത്വബോധം പറയരുത്. ഒന്നുകിൽ അവരൊരു മതസംഘടനയാണെന്ന് അവർ സ്വയം പറയുന്നു. ഒന്ന് കേൾക്ക് സാറേ, അവർ ഒന്നുകിൽ മതസംഘടന എന്ന് സ്വയം പറയണം, എങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പൊ SSF-നെ കുറിച്ച് ചോദിച്ചല്ലോ അങ്ങ്. ഇപ്പൊ ഞാൻ പറഞ്ഞു SSF-ന്റെ അഭിപ്രായം പറയട്ടെ. SSF-ന്റെ താല്പര്യമുണ്ട്, വരും കാലങ്ങളിലെ അനുഭവത്തിൽ മനസ്സിലാകുമെന്ന് ഞാൻ പറഞ്ഞു. ലീഗ് SSF അല്ലല്ലോ. ലീഗ് വരുന്നത് എങ്ങനെയാണ്? ലീഗ് വരുന്നത് ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്നല്ലേ സ്വയം പറയുന്നത്? രാഷ്ട്രീയ പാർട്ടിയെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? അപ്പോഴത് വിമർശനത്തിന് വിധേയമാകും. അപ്പൊ പിന്നെ ഞങ്ങളുടെ മതം പറയുന്നു എന്ന് പറയരുത്. പിന്നെ ഒരു കാര്യം, രസകരമായ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു ശ്രീ നികേഷേ. CK ഗോവിന്ദൻ നായർ അനുസ്മരണ പ്രഭാഷണത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് വർഗീയ സംഘടനകളോടും ജാതി സംഘടനകളോടും കോൺഗ്രസ് മതിയായ അകലം പാലിക്കണം. ആ പ്രസംഗിച്ചിട്ട് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് NSS-ന്റെ യോഗം തിരുവനന്തപുരത്ത് നടക്കുകയും ശ്രീ സുകുമാരൻ നായർ താക്കോൽ സ്ഥാനത്തെക്കുറിച്ച് പ്രസംഗം നടത്തുകയും തൊട്ട് 2 ആഴ്ചകൾക്കകം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തത്. ജാതി സംഘടനകളെയും വർഗീയ സംഘടനകളെയും ലക്ഷ്മണരേഖയ്ക്ക് പുറത്തു നിർത്തണം എന്ന് പ്രസംഗിച്ച് ഇവിടെ വന്ന് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം താക്കോൽ സ്ഥാനത്തേക്ക് അല്ലാതെ CKG അല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. വിമോചന സമരകാലത്ത് ശങ്കർ കൂട്ടുപിടിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും കേരളത്തിലെ മതങ്ങളെ മതസംഘടനകളെയും ജാതി സംഘടനകളെയും ഒത്തൊരുമിച്ചാണ് കൊണ്ടുപോയിട്ടുള്ളത്. കോൺഗ്രസ് മോഹൻദാസ്, ഫാത്തിമ തേലിയ, ഒപ്പം തന്നെ A. റഹീം. നന്ദി. നമസ്കാരം.